കേരള സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക വി സി നിയമനം സംബന്ധിച്ച് സർക്കാരിൻ്റെ ഹർജികളിൽ വാദം കേൾക്കുന്നതിൽ നിന്ന് ഹൈക്കോടതി ജഡ്ജി പിന്മാറി. ജസ്റ്റിസ് എൻ നഗരേഷാണ് ഹർജികൾ പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറിയത്. ഹർജികൾ ഹൈക്കോടതിയുടെ മറ്റൊരു ബെഞ്ച് അടുത്ത ദിവസം പരിഗണിക്കും. താൽക്കാലിക വി സിമാരെ നിയമിച്ച ചാൻസലറുടെ നടപടി റദ്ദാക്കണമെന്നാണ് സർക്കാരിൻ്റെ ഹർജികളിലെ ആവശ്യം. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, ഈ ജഡ്ജി പിന്മാറിയത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരണം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ടോ? സാധാരണ അങ്ങനെ വിശദീകരണം നൽകാറില്ല. ഇന്ന് ഈ കേസ് പരിഗണിക്കാനിരിക്കുകയായിരുന്നു. കേരള സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലേക്ക് തന്നിഷ്ടപ്രകാരം ഗവർണർ താൽക്കാലിക വി സിമാരെ നിയോഗിച്ചു. അത് നിയമവിരുദ്ധമാണെന്നാണ് സർക്കാരിന്റെ വാദം. ആ കാര്യം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തു. ഇന്ന് ആ ഹർജി ലിസ്റ്റ് ചെയ്ത് ജസ്റ്റിസ് എൻ നഗരേഷിന്റെ ബെഞ്ചിൽ എത്തിയപ്പോൾ അദ്ദേഹം അവോയ്ഡ് എന്ന് പറഞ്ഞ് പിന്മാറുകയായിരുന്നു. എന്തുകൊണ്ടാണ് പിന്മാറിയത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, കാരണം വ്യക്തമാക്കിയിട്ടില്ല. സാധാരണ കാരണം വ്യക്തമാക്കാറുമില്ല. അങ്ങനെ അപ്പൊ ഇനി മറ്റൊരു ബെഞ്ചിലേക്ക് ഇത് വരും എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇന്നോ നാളെയോ തന്നെ ഹൈക്കോടതി രജിസ്ട്രാർ ഏത് ബെഞ്ചിലേക്കാണ് മാറുക എന്നറിയിക്കും. തുടർന്ന് മറ്റൊരു ദിവസം ഇതേ കേസ് മറ്റൊരു ബെഞ്ചിൽ വീണ്ടും ലിസ്റ്റ് ചെയ്ത് പിന്നീട് ഒരു ദിവസം പരിഗണിക്കും. അതാണ് സാധാരണ നടപടിക്രമം. ശരി, സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. KTU ഡിജിറ്റൽ സർവകലാശാല വി സിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ വാദം കേൾക്കുന്നതിൽ നിന്ന് ജഡ്ജി നഗരേഷ് പിന്മാറിയിരിക്കുന്നു. വിവരങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്.